ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജൂലൈ 21 ചാന്ദ്ര ദിനമാണ്. അപ്പോൾ ഈ ഒരു ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ISROവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു തരാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ബോണസ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പിന്നീട് ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മൾ ഇതിൽ വെറുതെ ചോദ്യവും ഉത്തരവും മാത്രം പറഞ്ഞു പോവുകയല്ല, ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറഞ്ഞു തരുന്നുണ്ട്. അത് ക്വിസ് മത്സരത്തിൽ വളരെ ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് അവസാനം വരെ കാണുക. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാവുന്നത്? അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഉത്തരം 59%. അതായത് ചന്ദ്രന്റെ മുഴുവൻ ഭാഗത്തിന്റെ 59% മാത്രമാണ് നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഉത്തരം 59%. ചോദ്യം നമ്പർ 2, ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്താണ്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേര്. ഉത്തരം സെലനോളജി എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണിത്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേര് സെലനോളജി. ചോദ്യം നമ്പർ 3, ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏതാണ്? ചന്ദ്രന്റെ സർഫസിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ് ബ്രാഞ്ച് ഏതാണ്? ഉത്തരം സെലനോഗ്രഫി. ചന്ദ്രന്റെ ഉപരിതലം അല്ലെങ്കിൽ സർഫസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് സെലനോഗ്രഫി എന്നാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന്റെ ശാസ്ത്രശാഖയുടെ പേരാണ്. അത് സെലനോളജി എന്നാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ്? ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏത്? എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ചാന്ദ്ര ദൗത്യമുണ്ട്. അതായത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക്. അതിൽ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് ചാന്ദ്രയാൻ എന്നാണ്. നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചാന്ദ്രയാൻ. വളരെ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ലൂണ 2 ആണ്. അതൊരു ഹാർഡ് ലാൻഡിംഗ് ആയിരുന്നു. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ലാൻഡിംഗ് ആയിരുന്നില്ല. എങ്കിൽ കൂടി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ ലൂണ 2 എന്നാണ് പറയേണ്ടത്. വർഷം കൂടി ഓർത്തിരിക്കുക, 1959. അതിനുശേഷം സോഫ്റ്റ് ലാൻഡിങ്ങിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ലൂണ 9 ആണ്. വർഷം 1966. ഓർത്തിരിക്കുക, ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ പേടകം ലൂണ 2 ആണ്. ചോദ്യം നമ്പർ 6, മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേരെന്താണ്? ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം. അതായത് മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര് ഷാക്കിൾട്ടൺ ഗർത്തം എന്നാണ്. ഇനി എന്താണ് മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന് പറഞ്ഞു തരാം. ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയുമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ച ചന്ദ്രയാൻ 1ലെ ഒരു പേടകമാണ് ഈ മൂൺ ഇമ്പാക്ട് പ്രോബ്. ആ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്, ഷാക്കിൾട്ടൺ ഗർത്തം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. സ്ഥലം മാത്രമല്ല, ഡേറ്റ് കൂടി പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി പഠിക്കുക. 2008 ഒക്ടോബർ 22 എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചോദ്യം നമ്പർ 8, ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്ര ദൗത്യം ഏതാണ്?
ഉത്തരം ചാന്ദ്രയാനാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സർഫസിൽ വാട്ടറിന്റെ പ്രസൻസ് കണ്ടെത്തിയ ചാന്ദ്ര ദൗത്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാനാണ്. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി ഏത്? ഉത്തരം 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണ്. 2008 ഒക്ടോബർ 22-നായിരുന്നു. അതുപോലെ തന്നെ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവും ശ്രീഹരിക്കോട്ടയാണ്. ചാന്ദ്രയാൻ 1ഉം 2ഉം വിക്ഷേപിച്ചിരിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ്. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണെന്ന് ഓർത്തിരിക്കുക. ചോദ്യം നമ്പർ 10, ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഉത്തരം എം അണ്ണാദുരൈ. കൃത്യമായി പറയുകയാണെങ്കിൽ ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈയാണ്. എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്, ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. 11ാമത്തെ ചോദ്യം, ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകത്തിന്റെ പേരെന്താണ്? ഉത്തരം ലാഡി. LADEE എന്നതാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. ഫുൾ ഫോം കൂടി ഓർത്തിരിക്കുക. ലൂണാർ അറ്റ്മോസ്ഫിയർ ആൻഡ് ഡസ്റ്റ് എൻവിറോൺമെന്റ് എക്സ്പ്ലോറർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 ലാഡിയെ വിക്ഷേപിച്ചത്. 12ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം ജൂലൈ 14, 2023. അപ്പോൾ 3 ഡേറ്റും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 14-ാണ്. 3 ഡേറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? അതായത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതിയാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത്. അത് ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോൾ? 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങുന്നത് 2023 ഓഗസ്റ്റ് 23 അതായത് 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം ഇതാണ്, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന്റെ പേരെന്താണ്? ഉത്തരം ശിവശക്തി പോയിന്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന്റെ പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം നമ്മൾ തൊട്ടു മുമ്പ് ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞ മയിൽസ്വാമി അണ്ണാദുരൈയാണ്. ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മയിൽസ്വാമി അണ്ണാദുരൈ. 16ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 1ന്റെ CEO ആരായിരുന്നു? CEO ഓഫ് ചന്ദ്രയാൻ 1 ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. അതായത് ചന്ദ്രയാൻ 1ന്റെ CEO എന്ന് പറയുന്നത് ജി മാധവൻ നായരായിരുന്നു. അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടറെ പറ്റിയാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. അത് ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈയാണ്. ചന്ദ്രയാൻ 1മായി ബന്ധപ്പെട്ട ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 1ന്റെ ഓർബിറ്റൽ ഇൻസർഷൻ അതായത് ലൂണാർ ഓർബിറ്റ് ഇൻസർഷൻ നടന്ന തീയതി ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 2008 നവംബർ 8 എന്താണ് ഓർബിറ്റൽ ഇൻസർഷൻ അല്ലെങ്കിൽ ലൂണാർ ഓർബിറ്റ് ഇൻസർഷൻ എന്നുകൂടി പറഞ്ഞു തരാം. അതായത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്ന തീയതിയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം ചന്ദ്രയാൻ 1 എന്ന പേടകം വിജയകരമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച തീയതിയാണ് 2008 നവംബർ 8. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റൽ ഇൻസർഷൻ എന്ന് വിളിക്കുന്നത്. ചോദ്യം നമ്പർ 18,
ചന്ദ്രയാത്ര എന്ന ആശയം ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആരായിരുന്നു ISROയുടെ ചെയർമാൻ? ഉത്തരം ഡോക്ടർ കസ്തൂരി രംഗൻ. ഡോക്ടർ കെ കസ്തൂരി രംഗനായിരുന്നു ചന്ദ്രയാത്ര എന്ന ആശയം ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ISROയുടെ ചെയർമാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ കെ കസ്തൂരി രംഗൻ. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ചന്ദ്രയാൻ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം ചന്ദ്രവാഹനം എന്നാണ് ചന്ദ്രയാൻ എന്ന പദത്തിന്റെ അർത്ഥം. 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചന്ദ്രവാഹനം. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഏത് പ്ലാനറ്റ് ആണ് റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ചൊവ്വ അല്ലെങ്കിൽ മാർസ് ആണ്. ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് മാർസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും. LP സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 21ാമത്തെ ചോദ്യം, ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണയാണ് വലം വെക്കുന്നത്? ഉത്തരം 13 തവണ. ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വെക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 13 തവണയാണ്. വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് വേണ്ടതെങ്കിൽ 13.4 തവണയാണ് ഒരു വർഷത്തിൽ നമ്മുടെ ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നത്. 22ാമത്തെ ചോദ്യം, ചന്ദ്രൻ ഒരു പ്രാവശ്യം ഭൂമിയെ വലം വെക്കാൻ എടുക്കുന്ന ദിവസം എത്രയാണ്? കൃത്യമായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ഇത്രയും സമയമാണ് ചന്ദ്രൻ ഒരു പ്രാവശ്യം ഭൂമിയെ വലം വെക്കാൻ എടുക്കുന്ന സമയം. അതുപോലെ ചന്ദ്രൻ 13 പ്രാവശ്യം ഭൂമിയെ ഒരു വർഷത്തിൽ വലം വെക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, മറക്കരുത്. 27.3 ദിവസമാണ് ഉത്തരം. 23ാമത്തെ ചോദ്യം, ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ISROയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ബംഗളൂരു ആണ്. നമ്മുടെ കർണാടകയിലെ ബംഗളൂരുവിലാണ് ISROയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ചോദ്യം നമ്പർ 24, ISRO സ്ഥാപിതമായത് ഏത് വർഷമാണ്? ISRO സ്ഥാപിതമായത് 1969-ലാണ്. കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 15, 1969. ISRO സ്ഥാപിതമായത് ഓഗസ്റ്റ് 15, 1969. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ 25ാമത്തെ ചോദ്യം, ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മുടെ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. അതുകൊണ്ട് ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിർബന്ധമായും കമന്റ് ബോക്സിൽ ഉത്തരമായി നൽകുക. ചാന്ദ്രദിന ക്വിസിലെ 1ാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3യും ISROവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇത് ബേസിക് ആയ കാര്യങ്ങൾ മാത്രമാണ്. ഈ 25 ചോദ്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ചാന്ദ്രദിന ക്വിസിൽ 1ാം സ്ഥാനം കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതലായി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ചാന്ദ്രദിന ക്വിസിന്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുക. അതിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.